ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ ദാ നമ്മുടെ ബേസിക് സയൻസിൽ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ, വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു ടോപ്പിക് എന്നാൽ നമ്മുടെ മുൻ വർഷത്തിലെ ചോദ്യ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മക്കൾ വിചാരിക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതാണെന്നല്ലോ ഒന്നല്ലേ. ടെക്സ്റ്റ് ഒക്കെ മാറിയാലും ഈ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മുൻ വർഷത്തിലും നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പഠിച്ചത് തന്നെയാണ്. സോ അതിനകത്തൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു ഏരിയ ആണ് നമ്മൾ ഇതാ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ മക്കൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ ജനറേറ്ററുകളെ പറ്റി. യെസ്, ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കല്യാണ വീടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചോണ്ടാണ് അല്ലെ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ആണ്, അഥവാ നമ്മുടെ വൈദ്യുതിയുടെ ഒരു സ്രോതസ്സാണ് അല്ലെ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരാളാണ് ആര്? നമ്മളുടെ ജനറേറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ട എനർജി അല്ലെ, ഊർജം എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഇന്ധനങ്ങൾ അല്ലെ, നമ്മളുടെ എന്താണ് പെട്രോള്, ഡീസല്, അതേപോലെ തന്നെ നമ്മളുടെ കെറോസിൻ അല്ലെ, മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജനറേറ്റർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജനറേറ്ററിലുള്ള എനർജി കൺവേർഷൻ അല്ലെ, ഊർജ മാറ്റം എന്താണെന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ഈ ഇന്ധനങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? കെമിക്കൽ എനർജി അഥവാ നമ്മളുടെ രാസോർജമുണ്ട്, അതെന്തായിട്ട് മാറുകയാണ്? ജനറേറ്റർ വർക്ക് ചെയ്യുകയാണ് അല്ലെ. ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് അഥവാ യാന്ത്രികോർജമായിട്ട് മാറുന്നു. ദെൻ അവിടെ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മളുടെ ഇലക്ട്രിസിറ്റി, അതായത് അത് എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു, വൈദ്യുതോർജമായിട്ട് മാറുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി, നമ്മുടെ വൈദ്യുതോർജത്തിന്റെ പ്രത്യേകത ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? യെസ്, കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെ, ഊർജ്ജം മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ ജനറേറ്ററുകളിലുള്ള എനർജി കൺവേർഷൻ, ഊർജ്ജ മാറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ഫ്യൂവൽസ് അല്ലെ, ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ആദ്യം അവിടെ രാസോർജം, കെമിക്കൽ എനർജി ആണുള്ളത്, അത് നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യാണ് അല്ലെ, അതായത് മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജമായിട്ട് മാറുന്നു. ദെൻ നമുക്ക് വേണ്ടത് ഇലക്ട്രിസിറ്റി ആണ്, അതായത് ഈ മെക്കാനിക്കൽ എനർജി, ഈ യാന്ത്രികോർജം എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, വൈദ്യുതോർജമായിട്ട് മാറ്റപ്പെടുന്നു. സോ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വീടുകളിലൊക്കെ വലിയ വലിയ ലൈനുകളിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി, വൈദ്യുതി കിട്ടുന്നുണ്ട് അല്ലെ. ഈ ഇലക്ട്രിസിറ്റി ഒക്കെ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? യെസ്, അവിടെയാണ് നമ്മുടെ പോയിന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ അല്ലെ, ജലവൈദ്യുത നിലയങ്ങൾ. അപ്പൊ നമ്മുടെ കേരളത്തിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ, ജലവൈദ്യുത നിലയങ്ങളിലുള്ള വലിയ ജനറേറ്ററുകൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരുപാട് അണക്കെട്ടുകൾ ഉണ്ട് അല്ലേ, നമുക്ക് ഒരുപാട് ഡാം ഉണ്ട്. അപ്പൊ ആ ഡാമിലുള്ള സജ്ജീകരണങ്ങൾ ഒരു കഥ പോലെ മക്കൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ അണക്കെട്ട്, നമ്മുടെ ഡാം എന്ന് പറയുന്ന സമയത്ത് കുറേ വെള്ളം ഉണ്ട് അല്ലേ, കുറേ വാട്ടർ ഉണ്ട്. ആ വാട്ടർ നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ ഹൈറ്റിൽ, വളരെ ഉയരത്തിൽ വാട്ടർ റിസർവോയർ ഉണ്ട്, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അവിടെ സംഭരിച്ച് വെക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ വാട്ടർ റിസർവോയറിൽ നിന്ന് വളരെ ശക്തിയായി, വളരെ ഫോഴ്സ്ഫുള്ളി നമ്മളുടെ വാട്ടർ അല്ലെ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം എന്ത് ചെയ്യാണ്? താഴേക്ക് വീഴാണ്. അത്രയും ശക്തിയിൽ വീഴുന്ന വെള്ളത്തിന്റെ ആ ഒരു എനർജി അല്ലേ, അത് ഉപയോഗിച്ചിട്ട് അത്രയും ഫോഴ്സ്ഫുള്ളിയാണ് വെള്ളം വരുന്നത്, അത്രയും ഹൈറ്റിൽ നിന്ന്. അങ്ങനെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ടർബൈൻ മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പണ്ട് ജലചക്രമൊക്കെ ഉണ്ടാക്കാറില്ലേ, നമ്മുടെ ജലചക്രം, നമ്മളുടെ ടർബൈൻ എന്ത് ചെയ്യാണ്? അവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്, കറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ ടർബൈൻ ഇങ്ങനെ തിരിയുന്ന സമയത്ത്, ടർബൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും എനർജിയാണ് അല്ലെ. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മളുടെ വലിയ ജനറേറ്റർ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. ആ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവുന്നത്? നമ്മളുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റോറി പോലെ ആ ഒരു പോയിന്റുകളായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയങ്ങളാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു മിസ്. അപ്പൊ അവിടെ എന്താണ്? അവിടെ വാട്ടർ റിസർവോയർ ഉണ്ട്, അതായത് വെള്ളം, വാട്ടർ ഇങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്, നല്ല ഹൈറ്റിലാണ്. അവിടുന്ന് ഫോഴ്സ്ഫുള്ളി, വളരെ ശക്തിയായിട്ട് വെള്ളം എന്ത് ചെയ്യുന്നു? താഴേക്ക് വീഴ്ത്തുന്നു. അങ്ങനെ നമ്മുടെ ടർബൈൻ എന്ത് ചെയ്യുന്നു? തിരിയിപ്പിക്കുന്നു അല്ലെ, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആ റൊട്ടേഷൻ അതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ടർബൈൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ജനറേറ്ററുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ടർബൈൻ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി ഉണ്ട്. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ജനറേറ്റർ എന്ത് ചെയ്യുന്നത്?
വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ജനറേറ്റർ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ആ പോയിന്റുകൾ ഓർത്തു വയ്ക്കുക. നമ്മളുടെ ഡാമിലാണ് അല്ലെ, നമ്മളുടെ ഡാമിൽ വാട്ടർ റിസർവോയേഴ്സ് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ വെള്ളം എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതൊരു പൈപ്പിലൂടെ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യാണ്, ടർബൈനിലേക്ക് അല്ലെ, നമ്മുടെ ജലചക്രത്തിലേക്ക് വീഴ്ത്തുകയാണ്. നമ്മുടെ ടർബൈൻ അപ്പോൾ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. ടർബൈന്റെ പ്രത്യേകത അത് നമ്മുടെ ജനറേറ്ററുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ടർബൈൻ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ജനറേറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ നിങ്ങൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ഓർത്താൽ വളരെ ക്ലിയർ ആയിട്ട് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമുക്ക് സമ്മർ സീസൺ അല്ലേ, നമ്മുടെ നല്ല വേനൽക്കാലമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വൈദ്യുത ക്ഷാമം ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റിക്കൊക്കെ അപ്പോൾ ചിലപ്പോൾ എന്താണ്, നമ്മുടെ പവർ ഷോർട്ടേജ്, അതായത് നമ്മൾ ലോഡ് ഷെഡിങ്ങും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ നേരിടാറുണ്ട്. അതിന് കാരണം എന്തായിരിക്കും, സമ്മർ സീസൺ, വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പൊതുവേ കുറവാണ്. എന്നാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് എന്താണ്, വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ മഴ കുറഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, മഴ കുറയുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം, വാട്ടറിന്റെ അളവ് ഇങ്ങനെ കുറയല്ലേ, അതിനനുസരിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു വൈദ്യുതി, ആ ഒരു ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. സോ നമ്മൾ ഒരുപാട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ഒരു ടൈമാണത്. അങ്ങനെ എല്ലാവരും കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷാമം അനുഭവിക്കപ്പെടേണ്ടി വരും. സോ നമ്മൾ എന്ത് ചെയ്യും, ലോഡ് ഷെഡിങ്ങും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ നമ്മുടെ കേരളത്തിലുള്ളത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളെയാണ് അല്ലെ, ജലവൈദ്യുത നിലയങ്ങളെയാണ്. ഇനി ഇത് മാത്രമല്ല നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമുക്ക് തെർമൽ പവർ സ്റ്റേഷൻ, താപവൈദ്യുത നിലയങ്ങളുണ്ട്. അവിടുത്തെ പ്രത്യേകത, അവിടെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്, ഇവിടെ ഹീറ്റ് അല്ലെ, തെർമലാണ്, അതായത് നമ്മുടെ താപോർജ്ജമാണ് എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ബ്രഹ്മപുരമൊക്കെ ഇതിനെന്താണ്, എക്സാമ്പിൾ ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളുണ്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവോർജ്ജ നിലയങ്ങളാണ്. അതായത് ആണവോർജ്ജമാണ് അവിടെ എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. ന്യൂക്ലിയർ എനർജി എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വിൻഡ് മിൽ അല്ലെ, നമ്മുടെ കാറ്റാടിപ്പാടമുണ്ട്. അതായത് കാറ്റിൽ നിന്നുള്ള അല്ലെ, അതിന്റെ എനർജി ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുകയാണ്, നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇത്രയൊക്കെ മെത്തേഡ്സ് ഉണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയങ്ങളെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമ്മർ സീസൺ ഒക്കെ ആവുന്ന സമയത്ത്, മഴയൊക്കെ കുറയുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, ഇലക്ട്രിസിറ്റിക്ക് കുറവുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. ആ സമയത്താണ് നമുക്ക് ലോഡ് ഷെഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ അല്ലേ, ഇന്ന് നമ്മളൊക്കെ എന്താണ് കണ്ടുവരുന്ന കാര്യമാണ് നമ്മളുടെ സോളാർ സെല്ലുകൾ, നമ്മളുടെ സൗര സെല്ലുകൾ. അതായത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള എനർജി, നമ്മളുടെ സോളാർ എനർജീനെ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, നമ്മളുടെ വൈദ്യുതോർജ്ജമാക്കിയിട്ട് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള എനർജി മാറ്റുന്ന ആളാണ് നമ്മളുടെ സോളാർ സെല്ലുകൾ അല്ലെ, നമ്മളുടെ സൗര സെല്ലുകൾ എന്ന് നമ്മൾ പറയുന്നത്. സോളാർ പാനലൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവും ചില സ്കൂളിന്റെ മുകളിലും അതുപോലെ നമ്മുടെ വീടുകളിലും ഒക്കെ എന്താണ് ഇന്ന് കാണാൻ പറ്റുന്ന ആളാണ് സോളാർ പാനലുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപകമായിട്ട് തന്നെ ഇന്ന് ഉപയോഗിക്കാനുള്ള ആ ഒരു ശ്രമം വളരെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇന്ന് സോളാർ സെല്ലുകൾ ഉപയോഗിക്കുന്ന നമ്മുടെ കാൽക്കുലേറ്ററുകളുണ്ട്, കുക്കറുകളുണ്ട്, വെഹിക്കിൾസ്, വാഹനങ്ങളുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മളുടെ ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട ബഹിരാകാശ പേടകങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സോളാർ എനർജീനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ ഇത് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ വൈദ്യുതി, നമുക്ക് എല്ലാവർക്കും പോപ്പുലേഷനൊക്കെ കൂടി വരുന്ന സമയത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ട ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ എന്ത് കൊണ്ടുവരണം, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് വരണം അല്ലേ. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയങ്ങളെ മാത്രം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ളത്. സിമ്പിൾ ആണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ മക്കള് അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.